എന്റെ പ്രിയമുള്ളവരെ, എല്ലാവിധ മനോനുകരങ്ങളിലും ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോൾ ആഗ്രഹിക്കുന്നതാണ്, എനിക്കെന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം, എന്റെ ഹബീബായ മുത്തുനബി എനിക്ക് കാണണം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പടച്ച റബ്ബിന്റെ ലിഖാഇ എനിക്ക് കാണണമെന്ന് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ ആവേശത്തോടു കൂടെ ആനന്ദത്തോടു കൂടെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ്. ഒരുപാട് ആളുകൾ പറയാറുണ്ട്, ഉസ്താദേ ഉംറയ്ക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഉസ്താദ് ദുആ ചെയ്യണം, ഞങ്ങൾ അതിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്, ദുആ ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന വർഷത്തിൽ ഞങ്ങൾ ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ്, അവിടെ നിന്ന് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് എന്റെ പ്രിയമുള്ളവരെ ഓരോരുത്തരും നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവരാണ്. ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരു മനുഷ്യനോട് ചോദിക്കുകയാണ്, ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഗേഹമേതാണ്, പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഹൃദയത്തിനകത്ത് ഈമാനുള്ള മനുഷ്യൻ അവിടുന്ന് പറഞ്ഞു പോകുന്നത്, എനിക്കെന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരിശുദ്ധമായ റൗള ശരീഫ് എനിക്ക് കാണണം ഉസ്താദേ, എനിക്ക് പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്ത് എനിക്ക് ചെല്ലണം, എനിക്ക് അവിടുത്തെ കില്ല പിടിച്ചിട്ട് എന്റെ പാപങ്ങൾ മുഴുവനും പറഞ്ഞിട്ട് എനിക്ക് പൊട്ടിക്കരണമെന്ന് ആഗ്രഹിക്കാത്ത പറയാത്ത ഒരു വിശ്വാസിയും ഈ ഭൂമി ലോകത്ത് ഉണ്ടാവുകയില്ല എന്ന് 100% ഉറപ്പാണ്. ഓരോ വിശ്വാസിയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് മദീനയാണ്, അത് മക്കയാണ്, ആ പരിശുദ്ധമായ സ്വർഗത്തിൽ വെച്ചുള്ള ഒരു തോപ്പെന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ പരിശുദ്ധമായ പുണ്യമായ ആ ഒരു പുണ്യമഹത്വമുള്ള സ്ഥലത്ത് പോയിട്ട് ഒരു 2 റക്അത്തെങ്കിലും നമസ്കരിച്ചിട്ട് പടച്ചവന്റെ മുമ്പിൽ തന്റെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞ് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് അള്ളാഹുവേ പടച്ച റബ്ബേ അവിടുന്ന് ദുആ ചെയ്യാൻ ആഗ്രഹിക്കാത്തവർ എന്റെ ള്ളവരെ ഇന്ന് ഈ ക്ലാസ് കേൾക്കാൻ വന്നവരിൽ മിക്ക ആളുകളും അതിന് ആഗ്രഹമുള്ളവരാണ്. ഈ പറയുന്ന വിനീതൻ 1000 വട്ടം അതിന് കൊതിക്കുന്നവനാണ്. എന്റെ മുമ്പിൽ ഇരിക്കുന്നവരും അത് തന്നെയാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ എത്രയും പെട്ടെന്ന് നീ അങ്ങോട്ട് നീ ഞങ്ങളെ എത്തിച്ചു തരണേ റഹ്മാനെ. എന്റെ പ്രിയമുള്ളവരെ, എന്നാൽ ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി ജീവിച്ച, നമുക്ക് വേണ്ടി തന്റെ സമയവും തന്റെ കാലവും തന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും, എന്തിനേറെ മരിക്കുന്ന സമയത്ത് പോലും, വഫാത്തിന്റെ വേളയിൽ പോലും ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ ഉമ്മത്ത് എന്ന് ചോദിച്ചിട്ട് എന്റെ ഉമ്മത്തിന്റെ വേദന എന്ന് കുറച്ചു തരുമോ, ആ വേദന എന്നിലേക്ക് ചേർക്കുമോ എന്ന് നമുക്ക് വേണ്ടിയിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വേദന വിട്ടിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, എന്നിട്ടും നമ്മൾ എത്ര തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ ഹൃദയത്തോട് ചേർക്കാതെ നടക്കുമ്പോഴും ആ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു നോക്കു കാണാൻ ആഗ്രഹിക്കുന്ന എന്റെ മുത്തു മുഅ്മിനീങ്ങളോട്, വിശ്വാസികളോട് പറയട്ടെയോ, അവർ ആ മുത്തു നബിയുടെ പേരിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് സ്വലാത്തുകൾ ചൊല്ലി പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോഴും ആ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിയ എത്രയോ ഉമ്മമാരെന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്വലാത്തുകൾ ചൊല്ലിയിട്ട് മുത്തു നബിയെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവർ, ദിവസവും സ്വലാത്ത് ചൊല്ലിയിട്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് മുമ്പിൽ ഇതാ സ്വലാത്തിന്റെ മഹത്വം. എന്റെ പ്രിയമുള്ളവരെ, ഞാനൊരു ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അല്ലാഹുവേ, ഒരിക്കൽ പ്രസിദ്ധ പണ്ഡിതനായ സയ്യിദ് മുഹമ്മദ് ഇബ്നുൽ ഖാസിമുൽ ഖൻദൂസി റളിയല്ലാഹു തആല അൻഹു, സ്വഹാബിയായ ശംഹൂറശ് റളിയല്ലാഹു അൻഹു എന്ന ജിന്നുമായിട്ട് അവിടുന്ന് വല്ലാതെ സംസാരിക്കുകയാണ്. ആ സമയത്താണ് ശംഹൂറശ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഈ പറയുന്ന ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം. ഈ ഒരു കാര്യം ഒരിക്കലും തന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഈ ഒരു നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണോ എന്നവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ, ഈ ജിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒപ്പമുണ്ടായിരുന്ന, മുത്തുനബിയോട് ഒരുപാട് സംഭവങ്ങൾ അവിടുന്ന് സംസാരിച്ചു പോയ ഈ ഒരു ജിന്ന് അവിടുന്ന് സംസാരിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിൽ കണ്ട ഈ ജിന്ന് അവിടുന്ന് സംസാരിക്കുകയാണ്. അതാവിടുന്ന് പറയുകയാണ്, ഞാൻ ഈ കാര്യം പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അശ്ശൈഖു താവദ് ഇബ്നു സൗദ റളിയല്ലാഹു അൻഹുവിന്റെ മാത്രമാണ് ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അവിടുന്ന് മഹാനവറുകൾ അവിടുന്ന് പറയുകയാണ്,
പടച്ചുറബേ അവിടുന്ന് സ്വലാത്ത് ചൊല്ലുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ആഗ്രഹിച്ചിട്ട് ആ പരിശുദ്ധമായ മദീനയിലേക്ക് സ്വലാത്ത് ചൊല്ലുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് വാപ്പമാരോട് പറയട്ടെയോ, അല്ലാഹ് ഒരിക്കലും ഞാൻ സ്വലാത്തിനെ കുറിച്ചിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ചോദിക്കുകയായിരുന്നു. സ്വലാത്ത് ചെല്ലുന്നതിന്റെ മഹത്വത്തെ കുറിച്ചിട്ട്, ആ സ്വലാത്തിനെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, ഒരാളെ കുറിച്ച് ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ചിട്ട് അയാൾക്ക് പരാജയത്തിന്റെ കാര്യങ്ങൾ രേഖപ്പെടുത്തുകയാണ്. നമുക്ക് 4 മാസമായി കഴിഞ്ഞാൽ പടച്ചുറബേ നമ്മുടെ ശരീരത്തിലേക്ക് റോഗോതി കഴിഞ്ഞാൽ അതാ പടച്ചുറബേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങള്, അവന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന കാര്യങ്ങള്, ഇതെല്ലാം അവിടുന്ന് അല്ലാഹു തആല രേഖപ്പെടുത്തുകയാണ്. അവൻ പരാജയത്തിലാണോ, അവന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും, അവന്റെ ജീവിതത്തിന്റെ രീതികൾ എങ്ങനെയാണോ, ഇതവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അവന്റെ ജീവിതത്തിൽ അല്ലാഹു തആല രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് പരാജയമാണെങ്കിലോ ജീവിതത്തിൽ വിജയമല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത്, പരാജയമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവൻ ദുനിയാവിന്റെ തൊലിക്കുമുകളിലേക്ക് തന്റെ ഉമ്മാന്റെ ഉദരത്തിൽ നിന്നവന് പിറന്നു വീണോ അള്ളാഹുവിന്റെ രേഖപ്പെടുത്തിയത് പരാജയമാണെങ്കിലോ, അള്ളാഹുവിന്റെ ജീവിതത്തിൽ രേഖപ്പെടുത്തിയത് വിഷമങ്ങളാണെങ്കിലോ ആ വിഷമം മാറാൻ ആ അല്ലാഹു രേഖപ്പെടുത്തിയ കാര്യങ്ങൾ അവിടുന്ന് തിരിച്ചെഴുതാൻ എന്റെ പ്രിയമുള്ളവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. അതിന് പറ്റുന്ന ഒരമല് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? നിന്റെ ജീവിതത്തിൽ നിനക്ക് വിജയം ലഭിക്കാൻ പറ്റുന്നൊരു അമല് ഞാൻ പറഞ്ഞു തരാ. ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലേക്ക് കടന്നു വന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിച്ചാൽ, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹുവേ മുത്തുനബി അവിടുന്ന് പറയുകയാ, നിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ഒരുപാട് വിഷമങ്ങളുണ്ടല്ലോ. പടച്ചുറബേ ദുനിയാവിന്റെ തൊലിക്കുമുകളിലൂടെ കടന്നു പോകുമ്പോ രോഗങ്ങളാണ്, ഒരുപാട് കടങ്ങളാണ്, മക്കളെ കെട്ടിക്കാനുണ്ട്, പടച്ചുറബേ ജോലി ലഭിക്കുന്നില്ല, എന്തെല്ലാം വിഷമങ്ങളാണ് പടച്ചവനെ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷമങ്ങളെല്ലാം മാറിക്കിട്ടാൻ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ റൂഹൂതുന്ന സമയത്ത് നിന്റെ ജീവിതത്തിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, നിന്റെ ജീവിതത്തില് അവിടെ നിന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളോ ഇതെല്ലാം പടച്ചവനെ അവിടെ നിന്ന് അല്ലാഹു തിരുത്തുകയാണോ? എന്തേ കാരണമെന്നറിയോ? എന്തേ കാരണമെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരില് ഇതാ നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിച്ചോ, ഒരുപാട് സ്വലാത്ത് ചൊല്ലി, ഒരുപാട് നന്മകൾ പറഞ്ഞു. ആ പുന്നാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തില് പടച്ചവനെ ആ ജീവിതത്തിലേക്ക്, ആ ഹൃദയത്തിലേക്ക് നമ്മളങ്ങ് കയറി ചെല്ലുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ സംസാരത്തിലോ, നമ്മുടെ പ്രവർത്തനത്തിൽ നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ അതാ റസൂലുള്ള നമ്മളെ ഏറ്റെടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന എല്ലാവിധ വിഷമങ്ങളും ഉണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കാൻ അങ്ങനത്തെ വിഷമങ്ങൾ നിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വരെ എഴുതി വെച്ച കാര്യങ്ങളെ തിരുത്താൻ കഴിയുന്നതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലെ സ്വലാത്ത്. അറിയാം നിങ്ങൾക്കറിയാം ഈ ഹദീസ് നിങ്ങൾക്ക് മുമ്പ് അറിയുമായിരുന്നു? അല്ലാഹുവേ പഠിച്ചവനെ ഞങ്ങളുടെ ഇൽമ നീ നാഫിയാക്കി തരണേ അല്ലാഹ്. ഇനി ഈ ഉദ്ദേശത്തോടു കൂടി ഇന്ന് മുതൽ സ്വലാത്ത് ചൊല്ലിക്കോ.
സ്വലാത്ത് ചെല്ലുന്നവരല്ലേ? ആയിരക്കണക്കിനും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന്. എൻ്റെ പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ മാസമൊക്കെ ആയപ്പോൾ അല്ലാഹുവേ ഉസ്താദ്, ഞങ്ങൾ ഇത്ര ലക്ഷം സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, ഞങ്ങൾ ഇത്ര 1000 സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, ഇത്ര പതിനായിരക്കണക്കിന് ഞങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, ഉസ്താദെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എത്രയോ ആളുകളായിരുന്നു എൻ്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് വിളിച്ചിരുന്നത്. അല്ലാഹു തആല എല്ലാവരുടെയും ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്നു മുതൽ ഈ ഒരു നിയ്യത്ത്, ഈ ഒരു പ്രതിഫലം പടച്ചോനെ എൻ്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കരുതി വെച്ചിട്ടില്ല അല്ലെങ്കിൽ ആക്കി വെച്ചിട്ടില്ല എന്തെങ്കിലും ഷർറുകൾ ഉണ്ടെങ്കിൽ പടച്ചറബേ ഇതോടുകൂടെ ഈ സ്വലാത്ത് ഞാൻ അതിനും കൂടെയാണ് ചൊല്ലുന്നത്. എന്തിന് നന്മ കിട്ടാനും കൂടെ എന്ന ഉദ്ദേശത്തോടു കൂടി എൻ്റെ പ്രിയമുള്ളവരെ സ്വലാത്ത് ചൊല്ലിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ ഒരു ഹദീസും കൂടെ പറഞ്ഞു തരാം. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് മഹാനവറുകൾ പറയാൻ. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരാളുടെ അടുക്കൽ വെച്ചിട്ട് എന്നെ കുറിച്ചിട്ട് അവിടുന്ന് പറയപ്പെടുകയാണ്, അവൻ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാതിരിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായിട്ടും പരാജയപ്പെട്ടവനാണ്. പടച്ചറബേ, നമ്മൾക്ക് എത്രയോ തവണ മുത്തുനബിയെ പേര്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകൾ നമ്മൾ കേൾക്കുന്നവരാണ്, പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നവരാണ്. ഇന്നീ ഇൽമ നമ്മുടെ ഹൃദയത്തിനകത്ത് ചേർത്ത് വെച്ചോ, ഇന്നീ ഇൽമ നമ്മുടെ ഹൃദയത്തിനകത്ത് ചേർത്ത് വെച്ചോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരില് പടച്ചവനെ ഒരുപാട് നന്മകൾ കേൾക്കാറുണ്ട്, ഹബീബിന്റെ പേര് നമ്മൾ പറയാറുണ്ട്, കേൾക്കാറുണ്ട്. എന്നാ റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ, റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ അവിടെ നിന്ന് സലാത്ത് ചൊല്ലുന്ന ഉമ്മ, നീ വിജയത്തിലാണ്. ആ റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ അവിടേക്ക് മൈൻഡ് പോലും ചെയ്യാത്ത എത്രയോ ആളുകളുണ്ടെന്നറിയോ? റസൂലുള്ളാഹിനെ മൈൻഡ് ചെയ്യാത്ത എത്രയോ ആളുകളുണ്ടെന്നറിയോ? റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ പടച്ചറബേ കലിതുള്ളുന്ന എത്രയോ ആളുകളുണ്ടെന്നറിയോ? അള്ളാന്റെ പേര് കേൾക്കുമ്പോ പടച്ചവനെ ഹൃദയത്തിനകത്തേക്ക് പൈശാചിക ശർറ് വരുന്ന എത്രയോ ആളുകളാ. റസൂലുള്ള അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഒരാൾക്ക് മുമ്പിൽ എന്റെ പേര് പറയപ്പെട്ടിട്ട് അവനെങ്ങാനും എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാതിരുന്ന പടച്ചവനെ അവന് പരാജയത്തിലാണ്, അവൻ വിഷമത്തിലാണ്, അവന്റെ ജീവിതത്തിൽ വിജയമില്ലെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് പഠിപ്പിക്കുക. അല്ലാഹു തആല ബോധം നൽകട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെങ്കിലും എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ പറയണം. മനസ്സിലായ നിങ്ങൾക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും പവിത്രമാണ്. ഈ കാണുന്ന പ്രപഞ്ചം ഉണ്ടല്ലോ, ഈ കാണുന്ന അഖില ലോക ബ്രഹ്മാണ്ഡ കടാഹങ്ങൾ മുഴുവനും അതിലുള്ള സർവ്വ വസ്തുക്കളും എന്നെയും നിങ്ങളെയും എല്ലാവരെയും പടച്ചത് ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മനസ്സിലായ നിങ്ങൾക്ക്? ഹബീബും മെഹബൂബും തമ്മിലുള്ള ഒരു അമേയമായ ബന്ധമാണത്. മനസ്സിലായോ? അവർ തമ്മിൽ അല്ലാഹു റസൂൽ എന്ന് പറഞ്ഞ വല്ലാത്ത കൂട്ടുകാരനാണ്. ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സൃഷ്ടിച്ചതിൽ വെച്ച് ആദ്യം അത് റസൂലുള്ളാഹിക്ക് ഒരു പ്രകാശം ഉണ്ടായിരുന്നു. ആ പ്രകാശത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം സൃഷ്ടിച്ചത്. എൻ്റെ പ്രിയമുള്ളവരെ, ആ പ്രകാശമാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് നമ്മെ പഠിപ്പിച്ചത്. റസൂലുള്ളാഹിക്ക് ഒരു പ്രകാശം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ സൂചി, എന്റെ വസ്ത്രം ഇങ്ങനെ ഞാനിങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുമ്പോ എന്റെ കയ്യിൽ നിന്ന് സൂചി അങ്ങ് തറയിൽ വീണു. ആ സമയത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കയറിയിട്ട് വരുന്നത്.
അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വരുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോ പടച്ചവനെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ അല്ലാഹുവേ പടച്ച റബ്ബേ, ആ ഒരു മുത്തുനബി വന്നൊരു പ്രകാശം, ആ ഒരു പ്രകാശം കൊണ്ട് ആ സൂചി ഉണ്ടല്ലോ അല്ലെ, നമ്മുടെ ഈ ഇരുമ്പിന്റെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സ്ഥാനത്തേക്ക് ഒരു വെളിച്ചടിച്ചാലുണ്ട് ഒരു പ്രകാശം വരാൻ അല്ലെ, ആ ഒരു തെളിച്ചം ഹബീബിന്റെ വെളിച്ചം കൊണ്ട് ഞാൻ അതിന്റെ ആ സൂചിയുടെ തെളിച്ചം ഞാൻ കണ്ടു, ആ സൂചി ഇങ്ങനെ ലംഘിക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ നമ്മെ പഠിപ്പിക്കാം. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ജീവിതത്തിൽ നന്മയോടുകൂടെ ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. അപ്പൊ നമ്മൾ പറഞ്ഞു ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ അല്ലെ, ജീവിതത്തിൽ വരുന്ന എല്ലാവിധ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. ഈ ദുനിയാവില് മാത്രമല്ല, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നമുക്ക് തുണയാകും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഓതുന്ന സ്വലാത്ത്. അതാ അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, നാളെ പരലോകത്ത് നമുക്കെല്ലാവർക്കും അവിടുന്ന് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മളെല്ലാവരും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പടച്ച റബ്ബേ, ദുനിയാവിൽ മാത്രം പോരാ, നാളെ അല്ലാഹുവിന്റെ മുമ്പിലും നമ്മൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഇന്ന അൻജാഅകും യൗമൽ ഖിയാമ മിൻ അഹ്വാലിഹാ വമവാതിനിഹാ. നാളെ പടച്ച റബ്ബേ, എല്ലാവരാലും പടച്ച റബ്ബേ അവിടുന്ന് വല്ലാത്ത വിഷമത്തോടു കൂടി ഓടി നടക്കുന്ന അല്ലാഹുവേ, മഹ്ശറ എന്ന് പറയുന്ന വൻസഭയുണ്ടല്ലോ, ഒരു ചാണകല സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിക്കുകയാണ്. പടച്ചവനെ, നമ്മൾ കയറി നിൽക്കുന്നത് ചെമ്പിന്റെ തറയിലാണ്, അതിന്റെ തായും തീ ഇങ്ങനെ കത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പടച്ച റബ്ബേ, ഒരുപാട് ആളുകൾ പല പല കോലങ്ങളിലാണ്. നായയുടെ കോലത്തിൽ വരുന്ന ആളുകളുണ്ട്, പന്നിയുടെ കോലത്തിൽ വരുന്ന ആളുകളുണ്ട്. പടച്ച റബ്ബേ, അവന്റെ ഈമാനിനനുസരിച്ച് പല പല കാറ്റഗറികളിലായിട്ടോ വല്ലാത്ത വിഷമത്തിലുള്ളവരുണ്ട്, സന്തോഷത്തിലുള്ളവരുണ്ട്, വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നവരുണ്ട്. പടച്ച റബ്ബേ, മുഖം പ്രകാശിക്കുന്നവരുണ്ട്, കൈക്കാലുകൾ പ്രകാശിക്കുന്നവരുണ്ട്. പടച്ച റബ്ബേ, ഉഹദ് മലയോളം പടച്ചവരെ പിന്താരവും മുൻതാരവുമായിട്ട് കടന്നു വരുന്നവരുണ്ട്, ചീഞ്ചലമായിട്ട് ശരീരം മുഴുവനും മുറിവ് പൊട്ടിയിട്ട് കടന്നു വരുന്നവരുണ്ട്. തുടങ്ങി ഒരുപാട് വിഭാഗങ്ങളിലായിട്ട് മഹ്ശറയിലേക്ക് അതാ ജനങ്ങൾ കടന്നു വരികയാ. പടച്ചവനെ, ജനങ്ങൾ പല പല കോലങ്ങളിലായിട്ട് കടന്നു വരുമ്പോൾ അതാ അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അവിടെ നിങ്ങൾക്ക് വിജയിക്കണോ ഉമ്മ, ആ പരിശുദ്ധമായ മഹ്ശറയില് നിങ്ങൾക്ക് അർശിന്റെ തണല് കിട്ടണോ, നിങ്ങൾക്ക് സന്തോഷം കിട്ടണോ, പരിശുദ്ധമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന അല്ലാഹുവേ പരിശുദ്ധമായ ഹൗദുൽ കൗസർ ഉണ്ടല്ലോ, ആ പരിശുദ്ധമായ ഹൗദുൽ കൗസർ നിങ്ങൾക്ക് കുടിക്കണോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ വിജയിക്കുന്ന വിഭാഗമുണ്ടല്ലോ. പടച്ചവനെ, അതാരാണെന്നറിയോ, അതാരാണെന്നറിയോ, അക്സറകുമുല്ലതീ അക്സറകുമുല്ലയ്യസ്സലാ അക്സറകും ഇലയ്യസ്സലാ.
ധാരാളമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലോ ആരാണ് ആത്മാർത്ഥമായിട്ട് സ്വലാത്ത് ചൊല്ലുന്നത്, ആരാണ് ആത്മാർത്ഥമായിട്ട് സ്വലാത്ത് ചൊല്ലുന്നത്, അവർ നാളെ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, മഅ്ശറയിൽ അവർ വിജയിച്ചവരാണ്, മഅ്ശറയിൽ അവർ വിജയിച്ചവരാണ്. നാളെ അവർക്ക് വല്ലാത്ത സൗഭാഗ്യം ഞാൻ മഅ്ശറയിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവർ എന്റെ കൂടെ സ്വർഗത്തിലാണ്. ലിവാഉൽ ഹംദ് എന്ന കൊടിക്ക് കീഴിലോ അവർക്ക് സ്വർഗത്തിലേക്ക് കടന്നു വരാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ സ്വർഗത്തിൽ കടക്കണ്ടേ, മഅ്ശറയിൽ കഴിച്ചിലാവണ്ടേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ പേരിൽ സ്വലാത്ത് അധികരിപ്പിച്ചോളൂ. എന്താ പറഞ്ഞേ? എന്റെ പേരിൽ നിങ്ങൾ സ്വലാത്തിനെ അധികരിപ്പിച്ചോളൂ. നിങ്ങൾക്ക് നാളെ അള്ളാന്റെ കോടതിയിൽ അവിടുന്ന് വലിയ മഹത്വം നിങ്ങൾക്കുണ്ട്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ പഠിച്ചോനെ, ഉമ്മമാരെ, ഈ സ്വലാത്ത് നമ്മൾ ചെല്ലുന്നത് അല്ലേ, സ്വലാത്തിനെ നമ്മൾ അധികരിപ്പിക്കുന്നത് വെറുതെയാണെന്ന് വിചാരിച്ചോ? എന്തിനെല്ലാം മരുന്നാണ് മുത്തുനബിയുടെ പേരിൽ ഓതുന്ന ഈ സ്വലാത്ത്, ചെല്ലുന്ന ഈ സ്വലാത്ത്. നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും രോഗങ്ങൾക്കും കടങ്ങൾക്കും എല്ലാത്തിനും പരിഹാരമാണ്. അല്ലാഹുവേ, ആത്മാർത്ഥമായിട്ട് ഇരുന്നിട്ട് നമ്മൾ ചൊല്ലാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി പറയുന്നുണ്ട്, 3 കാര്യങ്ങൾ അള്ളാന്റെ കോടതിയിലേക്ക് വരുമ്പോൾ അത് അസാധുവാക്കപ്പെടും. ഈ 3 കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഈ 3 കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം എൻ്റെ പ്രിയമുള്ളവരെ. 3 കാര്യങ്ങൾ ദുനിയാവിൽ വെച്ചിട്ട് ചെയ്ത 3 ഇബാദത്തുകൾ നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അത് അസാധുവായിരിക്കും, നിങ്ങൾക്കത് ലഭിക്കൂല, അത് നിങ്ങൾക്ക് ഷർറായിട്ട് ഭവിക്കും എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാ, ലാ തസിനു ഇൻദല്ലാഹി ജനാഹ ബഊദാ. നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ പടച്ചവനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 3 അമലുകളുണ്ടല്ലോ, 3 കാര്യങ്ങളുണ്ടല്ലോ, അതൊരു കൊതുകിന്റെ ചിറകിന്റെ അത്രക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്ന് പരിഗണിക്കുന്നതല്ല, നിങ്ങളിൽ നിന്ന് പരിഗണിക്കുന്നതല്ല. ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്രക്ക് പോലും നിങ്ങളിൽ നിന്ന് പരിഗണിക്കുന്നതല്ലോ. അതാ ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ഈ 3 കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അഹദുഹാ അസ്സലാ. ഒന്നാമത്തേത് നമസ്കാരമാ, ബിലാ ഖുലൂഇൻ വലാ ഖുശൂ. അല്ലാഹുവേ, ഒരു മനസാന്നിധ്യമില്ലാതെ, പടച്ചറബിന്റെ പ്രതീക്ഷകളില്ലാതെ അവിടുന്ന് പടച്ചവനെ നമസ്കരിച്ചാൽ അങ്ങ് തലകുത്തി മറിയുകയാണല്ലോ. പടച്ചറബെ, എവിടേക്കെങ്കിലും യാത്ര ചെയ്യുമ്പോ എന്തോ ഒരു ഭാരം തീർക്കുന്നത് പോലെ, എന്തോ ഒരു ഭാരം ഇറക്കി വെക്കുന്നത് പോലെ പടച്ചവനെ പെട്ടെന്നങ്ങ് ചാടിപ്പടഞ്ഞിട്ട് നമസ്കരിക്കുന്ന നമസ്കാരങ്ങളുണ്ടല്ലോ. അങ്ങനെ ഖുശൂ ഇല്ലാത്ത നമസ്കാരമാ. വസാനി, രണ്ടാമത്തെ കാര്യമേതാ, ഗഫ്ലത്തോട് കൂടെ അശ്രദ്ധവാനായി കൊണ്ട് പടച്ചവനെ അവിടെ നിന്ന് ദിക്റുകൾ ചൊല്ലുന്നതാണ്. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നുണ്ട്, അവിടെ നിന്ന് ശ്രദ്ധിക്കുന്നില്ല. ഒരുപാട് ദിക്റുകൾ ചൊല്ലുന്നുണ്ട്, ഒരുപാട് ദുആകൾ ചെയ്യുന്നുണ്ട്. പടച്ച റബ്ബേ, പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, 3 കാര്യങ്ങൾ ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്രക്ക് പോലും നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നതല്ല നാളെ. എന്നിട്ട് 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തേത് പടച്ചറബേ, ഖുശൂ ഇല്ലാത്ത, പടച്ചറബിനെ അറിയാത്ത നമസ്കാരമാണ്.
പിന്നീട് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വസാനി അസ്ദിക്റു ബിൽ ഗഫ്ല, ഗഫ്ലത്തോട് കൂടിയിട്ട് അശ്രദ്ധവാനായി കൊണ്ട് അതാ അവിടുന്ന് ആരാ ദിക്ർ ചൊല്ലുന്നത്. ഒരുപാട് ദിക്ർ ചൊല്ലി, ഒരുപാട് തസ്ബീഹ് ചൊല്ലി, ഒരുപാട് തഹ്ലീൽ ചൊല്ലി, പക്ഷേ അതിലെല്ലാം അശ്രദ്ധവാനായിരുന്നു. പടച്ചുറപ്പിനെ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ ആരാണ് പ്രവർത്തിക്കുന്നത്, ആരാണ് അങ്ങനെ ചെയ്യുന്നത്, അവരുടെ ആ ഒരു പരിശുദ്ധമായ അവർ ചെയ്ത അമലുണ്ടല്ലോ, ഇത് നാളെ പടച്ചുറപ്പ് സ്വീകരിക്കുന്നതല്ല. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? വസാലി അസ്സലാത്തു അലൻ നബി മിൻ ഗൈരി ഹുർമതി വന്നിയ്യാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലോ അവിടെ നിന്ന് ഒരുപാട് സ്വലാത്തുകൾ ചെല്ലുന്നുണ്ട്, ഒരുപാട് സ്വലാത്തുകൾ ചെല്ലുന്നുണ്ട്. പക്ഷേ ഒരു ഹുർമത്തും നമുക്കില്ലല്ലോ. പടച്ചറപ്പെ ഒരു പൊരുത്തവും നമ്മൾ നേടുന്നില്ലല്ലോ. പടച്ചവനെ ഒരു ഭക്തിയും നമ്മൾ കൊണ്ട് നടക്കുന്നില്ലല്ലോ. അങ്ങനത്തെ എന്തോ ശ്രദ്ധവാനായിക്കൊണ്ട് അവിടെ നിന്ന് സ്വലാത്ത് ചെല്ലുകയാ. ഇങ്ങനെ ദുനിയാവിന്റെ തൊലിക്കുമുകളിൽ ഇങ്ങനെ നന്മകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ്. പടച്ചുറപ്പേ, നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ വിചാരിച്ചത്. ഒരുപാട് നമസ്കരിച്ചിട്ടുണ്ട്, ഒരുപാട് സ്വതക കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്, പക്ഷേ ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലിയിട്ടുണ്ട്. പക്ഷേ അള്ളാന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ പടച്ചവനെ ഇതൊന്നും തന്നെ കാണുന്നില്ലല്ലോ, ഇതൊന്നും തന്നെ കാണുന്നില്ലല്ലോ. പടച്ചവനെ നമ്മൾ വല്ലാതെ അവിടെ നിന്ന് ഭയപ്പെടുകയാണ്. എല്ലാ നന്മകളും അല്ലാഹു നമുക്ക് കാണിച്ചു തരികയാണ്. പടച്ചുറപ്പേ, നിസ്കാരത്തിൽ ഖുശൂ ഇല്ല, ഭയഭക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മറ്റു ചിന്തകൾ കടന്നു വന്നിരിക്കുകയാണ്. പടച്ചുറപ്പേ, ഒരുപാട് ദിക്ർ ചൊല്ലിയതോ അല്ലാഹുവേ അതിലും അശ്രദ്ധ കാണിച്ചിരിക്കുകയാണ്, അശ്രദ്ധവാനായി മാറിയിരിക്കുകയാണ്. മൂന്നാമത്തത് സ്വലാത്തായി എന്നല്ലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയതിലോ മിൻ ഗൈരി ഹുർമതി വനിയ്യാ, ഒരു നീയത്തില്ല, ഒരു ഹുർമത്തും നമ്മൾ കാത്തു സൂക്ഷിച്ചിട്ടില്ല, അതിനോടുള്ളൊരു ഭയഭക്തി നമ്മൾ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, ഈ അമലുകൾ നാളെ പടച്ചുറപ്പിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ പടച്ചു തമ്പുരാൻ അവിടുന്ന് ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്രയ്ക്ക് പോലും നമുക്ക് വില കൽപ്പിക്കുന്നതല്ല. അതുകൊണ്ട് എന്റെ ഉമ്മ, നമ്മൾ സ്വലാത്തുകൾ ചൊല്ലുമ്പോ, അവിടുന്ന് ദിക്റുകൾ അധികരിപ്പിക്കുമ്പോ, മറ്റു നന്മകൾ നമ്മൾ പറയുമ്പോ, ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോ ആത്മാർത്ഥത കൊണ്ടു നടന്നോ, ജീവിതത്തിൽ ഭയഭക്തി കൊണ്ടു നടന്നോ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. റബ്ബിന്റെ കോപം അടക്കുവാനുതകുന്നതാ, അതുപോലെ കേട്ടാനുമേറ്റം നല്ലതാ. ഖബറും സിറാത്തും നൂറിനാലെങ്കുന്നതാ, ഇവയൊക്കെയും തിരു നാവിനാൽ അരുൾ ചെയ്തതാ. അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണോ, പടച്ചുറപ്പിന്റെ കോപത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണോ. അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് നമുക്ക് മാറാൻ, ആ പടച്ച തമ്പുരാന്റെ തൃപ്തി നമുക്ക് ലഭിക്കാൻ, എന്റെ പ്രിയമുള്ളവരെ, ഏറ്റവും നല്ലതാണ് സ്വലാത്ത്, ഏറ്റവും നല്ലതാണ് സ്വലാത്ത്. നാളെ നമ്മുടെ ഖബർ പ്രകാശിക്കണോ,
പടച്ചറപ്പേ കുടുസുള്ള വീടാ നമ്മുടെ ഖബറ്, ഇരുട്ടിനാല് പെയിന്റിട്ട വീടാ നമ്മുടെ ഖബറ്, മണ്ണ് കൊണ്ടുള്ള തലയണയാണ് നമ്മുടെ ഖബറില്. ഇന്ന് ദുനിയാവിൽ നമ്മുടെ വീട്ടിനകത്ത് വലിയ മണിമാളികകളില് മണിമെത്തയില് നമ്മൾ കിടന്നുറങ്ങിയ നമ്മള് അള്ളാന്റെ കോടതിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ അല്ലാ പഠിച്ചവനെ നമ്മവിടെ കാത്തിരിക്കുന്നത്, നമ്മ കാത്തിരിക്കുന്നത് ആ ഖബറിൽ നമുക്ക് ഇരുട്ടിന്റെ വീടാണ്. ആ ഖബറിൽ നിങ്ങൾക്ക് പ്രകാശം വേണോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. സിറാത്ത് പാലമുണ്ടല്ലോ, പഠിച്ചറബേ ഒരു മുടിയെടുത്തിട്ട് ആ മുടിയെ 7 ചീളാക്കിയാൽ എത്രയാണ്? ഇന്ന് നമ്മുടെ നാടുകളിലെ പാലം നമുക്ക് കാണുമ്പോ, കടലിന്റെ പുഴയുടെ തീരത്തിലൂടെ മുകളിലൂടെ പാലങ്ങൾ കാണുമ്പോ പഠിച്ചവനെ സുഖമായിട്ട് നമുക്ക് കടന്നു പോകാം. എന്നാ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ പടച്ചറബേ, നാളെ പടച്ചറബിന്റെ പരിശുദ്ധமான ആ സിറാത്ത് പാലമുണ്ടല്ലോ, ആ സിറാത്ത് പാലമുണ്ടല്ലോ, ആ സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ അല്ലാഹുവേ നമ്മൾ കടന്നു പോകുമ്പോ അല്ലാഹുവേ പടച്ചറബേ ആ സിറാത്ത് പാലമുണ്ടല്ലോ, അത് പ്രകാശിക്കണോ? അത് നമുക്ക് വേഗത്തിലാകണോ? അത് നമുക്ക് എളുപ്പത്തിലാകണോ? അത് അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖബറും സിറാത്തും നൂറിനാലെങ്കുന്നതാ, ഇവയൊക്കെയും തിരു നാവിനാൽ അരുൾ ചെയ്തതാ. അതുകൊണ്ട് സ്വലാത്തിന് അധികരിപ്പിച്ചോ, സ്വലാത്തിന് അധികരിപ്പിച്ചോ. അല്ലാഹു മൂസ തങ്ങളോടൊരു സമയമിൽ ചോദിച്ചതായി കാതിരിക്കാൻ മഹ്ശറിൽ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അത് അല്ലാഹ് ചോദിക്കുകയാണ്, അല്ലാഹു തആല ചോദിക്കുകയാണ്, മൂസാ മഹ്ശറിൽ നിനക്ക് സന്തോഷം ലഭിക്കണോ? അവിടെ ദാഹിക്കാതിരിക്കണോ? പ്രയാസപ്പെടാതിരിക്കണോ? അർശിന്റെ തണല് വേണോ? സൗഖ്യം നിനക്ക് വേണോ? നിന്റെ ജീവിതം അവിടെ സന്തോഷമാകണോ? അത് അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പടച്ചറബേ നിനക്കാഗ്രഹം ഉണ്ടോ? അതിനുടനടി പറയുന്നതായി ഉണ്ട് അതാ മറുപടി. അതാവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് ചോദിച്ചപ്പോ ഉടനെ അതാ മൂസാ നബി പറയുകയാണ്, ഉണ്ട് അല്ലാഹ്, എനിക്ക് നാളെ മഹ്ശറയിൽ രക്ഷപ്പെടണമല്ലോ, എനിക്ക് നാളെ മഹ്ശറയിൽ രക്ഷപ്പെടണമല്ലോ, അതിനുള്ള വഴി എന്താണെന്ന് ചോദിച്ചപ്പോ അല്ലാഹ് പറയുകയാണ്, എന്നാൽ മുഹമ്മദ് മുസ്തഫ നബി നൂറദിൽ ചൊല്ലേണ്ടതാണ് സ്വലാത്ത് മൂസാ കൂടുതൽ. അങ്ങനത്തെ ഒരാഗ്രഹം നിന്റെ ഹൃദയത്തിലുണ്ടോ? എല്ലാവരും പേടിച്ചു നിൽക്കുന്ന മഹ്ശറിൽ നിനക്ക് ദാഹിക്കാതെ രക്ഷപ്പെടണോ? നിനക്ക് പ്രയാസപ്പെടാതെ രക്ഷപ്പെടണോ? അല്ലാഹ് പറയുകയാ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹ്, ആ റസൂലുള്ളാഹിന്റെ പേരില് ഒരുപാട് സ്വലാത്ത് ചൊല്ലണേ. എന്റെ പ്രിയമുള്ളവരെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമ്പോ, തന്റെ ആളുകളുമായിട്ട് രക്ഷപ്പെടുമ്പോ പടച്ചറബേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിടിക്കാനതാ ഫിർഔനും കൂട്ടരും അവിടെ നിന്ന് കടന്നു വരികയാണ്.
ഫിർഔനും കൂട്ടരും അവിടുന്ന് കടന്നു വരികയാണ്. ആ സമയത്ത് പടച്ചുറപ്പെ അവസാനം മൂസാ നബിയും തന്റെ ജനതയും സഞ്ചരിച്ചിട്ട് അതാ ചെങ്കടലിന്റെ ചാരത്തേക്ക് എത്തിയപ്പോ അല്ലാഹുവേ എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. പുറകോട്ട് ഓടിക്കഴിഞ്ഞ ശത്രുക്കൾ കടന്നു വരികയാണ്. മുന്നോട്ട് നോക്കുമ്പോ പടച്ചവനെ അവിടെ കാണുന്നത് കരന്നു നിൽക്കുന്ന കടൽ പരപ്പാണ്, സമുദ്രമാണല്ലോ. എന്ത് ചെയ്യും അല്ലാഹ്? അവിടെ നിന്ന് വിഷമത്തോടുകൂടെ നിൽക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ വടിയെടുത്തിട്ട് ചെങ്കടലിൽ അങ്ങ് അടിക്കാൻ പറയുകയാണ്. ആദ്യം മൂസാ നബി ചെങ്കടലിൽ അങ്ങ് അടിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. പിന്നീട് മൂസാ നബിയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരില് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പറയുകയാണ്. ആ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണല്ലോ അവിടെ നിന്ന് അല്ലാഹുവേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെങ്കടലിലേക്ക് അടിച്ചത്. തന്റെ വടി കൊണ്ട് ചെങ്കടലിലേക്ക് അടിച്ചപ്പോ പടച്ചവനെ ചെങ്കടല് രണ്ടായി പിളരുകയാണ്. ചെങ്കടൽ രണ്ടായി പിളർന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംഘവും അതിലൂടെ അങ്ങ് സഞ്ചരിച്ചു പോയി. പടച്ചവനെ അങ്ങ് അക്കരയ്ക്ക് മൂസാ നബിയും സംഘവും എത്തുമ്പോ ഫിർഔനും കൂട്ടരും ചെങ്കടലിന്റെ നടുവിലാണ്. ഫിർഔന് അവിടെ നിന്ന് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്കി അങ്ങ് കൊന്നു, അല്ലേ? മുക്കി അങ്ങ് നശിപ്പിച്ചു ആ സമൂഹത്തെ. ഇത് സംഭവിച്ചത് എങ്ങനെയാ? അവിടുന്ന് ആദ്യം അടിച്ചപ്പോ എന്റെ പ്രിയമുള്ളവരെ ഒന്നും സംഭവിച്ചില്ല. പിന്നീടാണ് സംഭവിച്ചത്. എപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അവിടെ നിന്ന് സ്വലാത്ത് ചൊല്ലിയപ്പോ, അല്ലേ? അപ്പൊ റസൂലുള്ളാഹിന്റെ സ്വലാത്തിന്റെ പവർ കണ്ടോ? റസൂലുള്ളാഹിന്റെ സ്വലാത്തിന്റെ പവർ കണ്ടോ നിങ്ങൾ? അതുകൊണ്ട് ഒരുപാട് സ്വലാത്ത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ചൊല്ലണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഒരുപാട് സ്വലാത്ത് ചൊല്ലിയിട്ട് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് കാണാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുക, ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ അധികരിപ്പിക്കുക. എന്റെ പ്രിയമുള്ളവരെ, എന്തെല്ലാം നന്മകളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നമുക്ക് ചെയ്യാൻ കഴിയുക. ആ കാര്യങ്ങൾ മുഴുവനും നമ്മൾ ചെയ്യുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്നാമീൻ പറഞ്ഞ് അൽഹംദുലില്ലാഹ്. മുത്തുനബിയെ സ്വലാത്ത് ചൊല്ലാൻ ഇഷ്ടായോ നിങ്ങൾക്ക്? അല്ലേ? അല്ലാഹു തആല നമ്മുടെ ഇൽമ അല്ലാഹു നാഫിയാക്കി തരട്ടെ. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന മഹത്വമാണ് നമ്മളിപ്പോ പറഞ്ഞത്. എല്ലാവർക്കും ആഗ്രഹം കണ്ടല്ലോ, അല്ലെ? ആ പരിശുദ്ധമായ മദീന കാണണം, മുത്തുനബിയോട് കൂടെ സ്വർഗത്തിൽ കിടക്കണം. പഠിച്ചോനെ, ഈ 100-300 ആളുകൾ നമ്മുടെ മജ്‌ലിസിലുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മുടെ ക്ലാസ് കേൾക്കാൻ വന്നവരുണ്ട്. ഇത്രയും ആളുകൾക്കും മുത്തുനബിയെ ഇഷ്ടമില്ലാത്തവർ ആരുമില്ല. എല്ലാവർക്കും റസൂലുള്ളാഹിനോട് വല്ലാത്ത സ്നേഹമാണ്, റസൂലുള്ളാഹിനോട് വല്ലാത്ത സ്നേഹമാണ്, അല്ലെ? ആ റസൂലുള്ളാഹിനോട് സ്നേഹമില്ലാത്ത ആരുണ്ടാവും? അവനിക്ക് മുഅ്മിൻ എന്ന് പറയുമോ സ്നേഹമില്ലാത്തവനിക്ക്? ഒരിക്കലുമില്ല. അല്ലാഹു ബോധം നൽകട്ടെ, അല്ലാഹു ബോധം നൽകട്ടെ. അൽഹംദുലില്ലാഹ്.